students, welcome back to research methods of statistics. Are you okay? Yes. Last class I discussed the classification, mode of classification. What is classification? Classification is the process of arranging data in a systematic order, or arranging the data in a class or group according to resemblance and similarities. സിമിലാരിറ്റിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സാമ്യ അടിസ്ഥാനത്തിൽ ഡാറ്റകളെ പ്രത്യേകം ഗ്രൂപ്പുകളായി തരംതിരിക്കുന്നതാണ് ക്ലാസിഫിക്കേഷൻ. മോഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ. 4 type of classification കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഓർക്കുന്നില്ലേ? ഏതാണ്? ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ആട്രിബ്യൂട്ട്സ് അല്ലേ? ക്ലാസിഫിക്കേഷൻ, ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, ടെമ്പറൽ ക്ലാസിഫിക്കേഷൻ ആൻഡ് സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ. ക്വാണ്ടിറ്റിയുടെ അടിസ്ഥാനത്തിൽ മെഷർ ചെയ്യാൻ പറ്റുന്നത് ആണ് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ക്വാളിറ്റി, ഓണസ്റ്റി, ബ്യൂട്ടി എന്നുള്ളതൊക്കെ നമ്മൾ ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ക്ലാസിഫൈ ചെയ്യാം. ടെമ്പറൽ, ടൈമിന്റെ അടിസ്ഥാനത്തിൽ കാലഗണനയ്ക്കനുസരിച്ചുകൊണ്ട് ക്ലാസിഫിക്കേഷൻ നടത്തുന്നതാണ്. ഒരു ഇയർ കണക്കായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതാണ് ടെമ്പറൽ. സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ ഇത് ജിയോഗ്രഫിക്കൽ ആയിട്ടുള്ള, അതായത് പ്രത്യേക ഭൂമിശാസ്ത്രപരമായിട്ട് ഒരു രാജ്യത്തിന്റെ തന്നെ സംസ്ഥാന വൈസായിട്ടോ ജില്ലാ വൈസായിട്ടോ ഒക്കെ ക്ലാസിഫിക്കേഷൻ നടത്തുന്നതാണ് സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ. ഇനി നമ്മൾ പുതിയതായിട്ട് പഠിക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷന്റെ ക്യാരക്ടർ എന്തൊക്കെയാണ്, characteristics of classification. When classification is the process of arranging data in accordance with the resemblance or similarities. ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് കളക്ട് ചെയ്ത ഡാറ്റയെ നമ്മൾ പ്രത്യേക സാമ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പുകളായിട്ട് തരംതിരിക്കുന്നു. അത് ഇൻവെസ്റ്റിഗേഷൻ എളുപ്പമാക്കുന്നതിന് വേണ്ടിയാണ്. നമുക്ക് ഡാറ്റ അനാലിസിസ് ഒക്കെ നടത്താൻ, പിന്നെ ടാബുലേഷൻ ഒക്കെ നടത്താൻ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ അത്യാവശ്യമാണ്. ഇനി എന്താണ് ഇതിന്റെ സവിശേഷതകൾ നോക്കാം. ഫസ്റ്റ് വൺ, unambiguous. Unambiguous means clear. Classification must be clear. നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ഡാറ്റാസ് വളരെ കൃത്യമായിട്ട് പ്രത്യേകം ക്ലാസ്സുകളിൽ അറേഞ്ച് ചെയ്യുക. ഒരു കൺഫ്യൂഷനും ഇല്ലാത്ത രീതിയിലായിരിക്കണം ക്ലാസിഫിക്കേഷൻ നടത്തേണ്ടത്. അതായത് ക്ലാസ്സിലെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓരോ ക്ലാസ്സിലും നൽകുകയും വേണം. ഇപ്പൊ നമ്മള് ലിറ്ററസിയാണ് ഇവിടെ വിഷയം നോക്കുക. സാക്ഷരത നമുക്ക് ഗ്രൂപ്പിലാക്കുമ്പോൾ വിഷയം 2 ഗ്രൂപ്പായിട്ട് തരംതിരിക്കുന്നു. ലിറ്ററേറ്റ്, ഇല്ലിറ്ററേറ്റ്, സാക്ഷരര്, നിരക്ഷരര്. കൃത്യമായിട്ട് നമുക്ക് കണക്ക് കിട്ടും. ഇതേപോലെ കൃത്യമായിട്ട് ക്ലാസിഫിക്കേഷൻ നടത്തുന്നതാണ് unambiguous. സെക്കൻഡ് വൺ, സ്റ്റെബിലിറ്റി. ക്ലാസിഫിക്കേഷൻ എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കണം, സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം. അതായത് ക്ലാസിഫിക്കേഷന് ഉപയോഗിച്ച മാനദണ്ഡം, ക്രൈറ്റീരിയ ഏതാണ് എങ്കിൽ എല്ലാ ടൈമിലും അതേ ക്രൈറ്റീരിയ തന്നെ ഉപയോഗിക്കണം. അല്ലാത്ത പക്ഷം അതിലെ റിസൾട്ടിലെ ഫിഗറിലെ വ്യത്യാസം വരും. ഫോർ എക്സാമ്പിൾ, സെൻസസ്. ഒരു മാസ് ഓഫ് ഡാറ്റ നമുക്ക് കളക്ട് ചെയ്ത് കിട്ടും. അത് ഓരോ വർഷത്തിലെ ഡാറ്റ കളക്ട് ചെയ്ത്, അതായത് പോപ്പുലേഷനിലെ സെൻസസ് കാണാൻ ഉപയോഗിച്ച രീതിയിൽ അല്ലെങ്കിൽ ക്രൈറ്റീരിയ വ്യത്യാസം വന്നാൽ അതിന്റെ റിസൾട്ടിലും വ്യത്യാസം വരും. അതുകൊണ്ടാണ് പറയുന്നത്
അത് ക്ലാസിഫിക്കേഷൻ ഷുഡ് ബി സ്റ്റേബിൾ, സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് വൺ, ഫ്ലെക്സിബിൾ. ക്ലാസിഫിക്കേഷൻ ഷുഡ് ബി ഫ്ലെക്സിബിൾ. ഫ്ലെക്സിബിൾ ആയിരിക്കും. അപ്പൊ നേരത്തെ പറഞ്ഞു, എന്താ പറഞ്ഞ, സ്റ്റേബിൾ ആയിരിക്കണം എന്ന് പറഞ്ഞു. സ്റ്റേബിളിന്റെ ഓപ്പോസിറ്റ് ആണെന്ന് വിചാരിക്കും നിങ്ങൾ ഫ്ലെക്സിബിൾ. അതല്ല ഉദ്ദേശിച്ചത്. ഫ്ലെക്സിബിൾ ആവണം എന്ന് വെച്ചാൽ സ്യൂട്ടബിൾ ആയിട്ട് ചില സമയങ്ങളിൽ അഡ്ജസ്റ്റ്മെന്റ് വരുത്തേണ്ട സമയങ്ങളിൽ അഡ്ജസ്റ്റ്മെന്റ് വരുത്താന് ഉതകുന്ന തരത്തിലായിരിക്കണം ക്ലാസിഫിക്കേഷൻ നടത്തേണ്ടത്. അതുകൊണ്ടാണ് ക്ലാസിഫിക്കേഷൻ ഷുഡ് ബി ഫ്ലെക്സിബിൾ. അതുകൊണ്ട് ക്ലാസിഫിക്കേഷൻ ഫ്ലെക്സിബിൾ എന്ന് പറയുമ്പോൾ സ്റ്റേബിൾ അല്ല എന്നല്ല ഉദ്ദേശിച്ചത്. സ്റ്റേബിൾ ആയിരിക്കണം. ക്ലാസിഫിക്കേഷൻ ഷുഡ് ബി സ്റ്റേബിൾ, ഓൾസോ ഫ്ലെക്സിബിൾ. ഓരോ സമയത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് ചില ടൈറ്റ്, അതായത് മെയിൻ ഡാറ്റാസിൽ നിന്ന്, മെയിൻ ക്ലാസ്സുകളിൽ നിന്ന് സബ് ക്ലാസ്സുകൾ ഉണ്ടാക്കും. മെയിൻ ക്ലാസ് ആദ്യം നമ്മൾ ക്ലാസിഫിക്കേഷനിലെ മെയിൻ ക്ലാസ് ഉണ്ടായ ശേഷം സബ് ചെറിയ ചെറിയ സ്മോൾ സബ് ക്ലാസ്സുകൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ചെറിയ സബ് ക്ലാസ്സിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയാൽ ക്ലാസിഫിക്കേഷനിൽ മൊത്തം മാറ്റം വരുത്തേണ്ട ആവശ്യം വരില്ല. So, classification should be flexible. Next one, exhaustiveness. Exhaustive ആയിരിക്കണം. Classification should be exhaustive. Exhaustive എന്ന് പറഞ്ഞാൽ എന്താ? പൂർണ്ണമായിരിക്കണം, സമ്പൂർണ്ണമായിരിക്കണം. അതായത് ഒരു ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് ഡാറ്റാസ് ശരിക്കും പൂർണ്ണമായിരിക്കണം. ക്ലാസിഫിക്കേഷനിലെ ഓരോ ക്ലാസ്സിലെയും ഡാറ്റാസ് എക്സോസ്റ്റീവ് ആയിരിക്കണം, അതായത് പൂർണ്ണമായിരിക്കണം, സമ്പൂർണ്ണമായിരിക്കണം. ഓക്കെ. നെക്സ്റ്റ്, ഹോമോജിനിറ്റി. ക്ലാസിഫിക്കേഷൻ ഷുഡ് ബി ഹോമോജിനസ്. ഹോമോജിനസ് മീൻസ് ഒരേപോലെയുള്ള. അപ്പോൾ ഒരേപോലെയുള്ള ഡാറ്റാസ് ആണ് ഓരോ ക്ലാസ്സുകളിലെ വിന്യസിക്കുക അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യുക. ഡാറ്റാസ് ഓരോ സിമിലാരിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഹൊമോജിനിറ്റി ഉണ്ടായിരിക്കണം. ഹൊമോജിനിയസ് ആയ ഡാറ്റ ആയിരിക്കണം ഓരോ ക്ലാസ്സുകളിലും. നെക്സ്റ്റ്, റിവീലിംഗ്. എന്താ റിവീൽ ചെയ്യുക, വെളിപ്പെടുത്തുക, എടുത്ത് കാണിക്കുക എന്നൊക്കെ പറയും അല്ലേ? അതായത് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് ഡാറ്റാസ് ഈ ക്ലാസിഫിക്കേഷനിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാകണം, അതിന്റെ യഥാർത്ഥത്തിലുള്ള രൂപം അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. അപ്പൊ റിവീൽ ചെയ്യുന്നതായിരിക്കണം. ഡാറ്റാസ് എന്താണ് എന്നുള്ളത് വ്യക്തമാക്കുന്ന തരത്തില് റിവീൽ ചെയ്യുന്ന തരത്തിലുള്ളതായിരിക്കണം ക്ലാസിഫിക്കേഷൻ. അപ്പൊ ഒന്ന് പറഞ്ഞു നോക്കിയേ, ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാ? അൺആംബിഗ്വസ്, സ്റ്റേബിൾ, സ്റ്റെബിലിറ്റി, ഫ്ലെക്സിബിൾ, എക്സോസ്റ്റീവ്നെസ്, ഹോമോജിനിറ്റി, റിവീലിംഗ്. ഓക്കെ. അപ്പൊ ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്? ഇതൊക്കെ നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പ് ഏതാണ്? ടാബുലേഷൻ. ടാബുലേഷനിലേക്ക് മാറ്റണമെങ്കിൽ ടേബിളിൽ നമ്മൾക്ക് ഡാറ്റാസ് അറേഞ്ച് ചെയ്യാൻ ശരിയായിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ നടത്തണം. ശരിയായ ക്ലാസിഫിക്കേഷൻ ഉണ്ടായാൽ മാത്രമാണ് ഡാറ്റാസ് ടേബിളിലേക്ക് ടാബുലേഷൻ നടത്താൻ സാധിക്കുള്ളൂ. ഓക്കെ. നെക്സ്റ്റ്, സ്യൂട്ടബിലിറ്റി. സ്യൂട്ടബിൾ ക്ലാസിഫിക്കേഷൻ ഷുഡ് ബി സ്യൂട്ടബിൾ. അതായത് ഓരോ പ്രശ്നത്തിനും അനുസരിച്ചിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ആയിരിക്കും നടത്തിയിട്ടുണ്ടായിരിക്കുക. അപ്പൊ ആ ഇൻവെസ്റ്റിഗേഷൻ അനുസരിച്ച് അതിനനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് നടത്തേണ്ടത്. ക്ലാസിഫിക്കേഷൻ ഷുഡ് ബി സ്യൂട്ടബിൾ, അനുയോജ്യമാകണം. നെക്സ്റ്റ് we shall pass on the objectives of classification. ഇനി എന്താണ് ഇതിന്റെ ഉദ്ദേശം നോക്കാം. ഒബ്ജക്റ്റീവ്സ്. ഫസ്റ്റ് പോയിന്റ്, to condense the mass of data. Condense the mass of data. അപ്പോൾ ഗവേഷണ ആവശ്യങ്ങൾക്കായിട്ട്
ഒരുപാട് ഡാറ്റ കളക്ട് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ സെൻസസിന് വേണ്ടിയിട്ട് എന്യൂമറേറ്റർമാര് ഒരുപാട് ഡാറ്റ കളക്ട് ചെയ്യും. ഏതൊക്കെ തരത്തിലാവുക ഡാറ്റ കളക്ട് ചെയ്തിട്ടുണ്ടാവുക? ഏജ് അടിസ്ഥാനത്തില്, സെക്സ് അടിസ്ഥാനത്തില്, ലിറ്ററസിയുടെ അടിസ്ഥാനത്തില്, ഇൻകം, പിന്നെ മെയിൽ ഓർ ഫീമെയിൽ പറഞ്ഞു നമ്മൾ. അപ്പോൾ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ ആയിട്ടാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തിട്ടുണ്ടാവുക. ഈ ഡാറ്റ പല രീതിയിൽ, അതായത് ഏജ് തന്നെ പല ഏജിലുണ്ടാവാം. യങ്സ്റ്റേഴ്സ്, മിഡിൽ ഏജ്, ഓൾഡ് ഏജ്, അങ്ങനെ ഏജിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കണം. അതുപോലെ സ്ത്രീ, പുരുഷൻ, മെയിൽ ഓർ ഫീമെയിൽ. അതുപോലെ തന്നെ ലിറ്ററേറ്റ് ആണോ ഇല്ലിറ്ററേറ്റ് ആണോ, റൂറൽ ആണോ അർബൺ ആണോ, ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഡാറ്റാസ് ആണ് കളക്ട് ചെയ്തിട്ടുണ്ടാവുക. ഈ ഡാറ്റയെ പ്രത്യേകം ക്ലാസിഫിക്കേഷൻ നടത്തണം. അതാണ് മാസ് ഓഫ് ഡാറ്റയെ കണ്ടൻസ് ചെയ്ത് ചെറിയ രൂപത്തിലേക്ക് കൊണ്ടുവരാവുന്നതാണ് മെയിൻ ഒബ്ജക്റ്റീവ്. So the main objective of the classification is to condense the mass of data. എന്തിനു വേണ്ടിയിട്ടാ? ഫർദർ പ്രോസസ്സ് ഈസി ആക്കുന്നതിന് വേണ്ടിയിട്ടാണ്, വളരെ എളുപ്പത്തിലേക്ക് മാറ്റാൻ വേണ്ടിയാണ് ഇങ്ങനെ മാസ് ഡാറ്റയെ വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള രൂപത്തിലേക്ക് ക്ലാസ്സുകളിലേക്കായിട്ട് തരംതിരിക്കുന്നത്. നെക്സ്റ്റ്, ടു ഗ്രാസ്പിംഗ് ദി ഡാറ്റ. അതായത് ഇപ്പോൾ ഒരു ക്ലാസിഫിക്കേഷൻ കണ്ടാൽ, ഒരു ഗ്രൂപ്പ് കണ്ടാൽ നമുക്കതിൽ നിന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യുന്ന രീതിയിലായിരിക്കണം മനസ്സിലാക്കാൻ. ഓരോ ഡാറ്റാസും ഏത് വിഭാഗത്തിൽ പെട്ടു, ഏത് ഐറ്റം ആണ് എന്ന് ക്ലാസിഫിക്കേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഗ്രാസ്പിങ്ങിന് വേണ്ടിയാണ് ഈ രീതിയിൽ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. ഓക്കെ, അപ്പൊ ഒന്ന് കണ്ടൻസ് ദി മാസ് ഓഫ് ഡാറ്റ, സെക്കൻഡ് ഫോർ ഗ്രാസ്പിംഗ് ഓഫ് ഡാറ്റ, തേർഡ് വൺ prepare the data for tabulation. ഇപ്പൊ ടാബുലേഷൻ ചെയ്യുന്നതിന് വേണ്ടി, അതായത് ടേബിളിലെ അറേഞ്ച് ചെയ്യുന്ന ഡാറ്റ ടേബിൾ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ആദ്യം ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. ക്ലാസിഫിക്കേഷൻ നടത്തിയ ഡാറ്റയെ എളുപ്പത്തിൽ നമുക്ക് ടേബിളിലേക്ക് മാറ്റാം, ടേബുലേഷൻ നടത്താം. അല്ലെങ്കിൽ ഒരുപാട് വാരി വലിച്ച ഡാറ്റകൾ കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ പ്രത്യേകം ഇപ്പൊ റൂറൽ അർബൺ എവിടെ കിടക്കണം നോക്കിയാൽ മതി. ഏജിന്റെ അടിസ്ഥാനമാണെങ്കിൽ ഏജ് ഏത് വകുപ്പിൽപ്പെട്ടു, ഇങ്ങനെയുള്ളത് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ, അറ്റ് എ ഗ്ലാൻസ് എന്ന് പറയില്ലേ, ഒറ്റ നോട്ടത്തിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ്, അതാണ് ഇതിന്റെ ഉദ്ദേശം. ഫോർത്ത് വൺ, ടു സ്റ്റഡി ദ റിലേഷൻഷിപ്പ്. റിലേഷൻസ് മനസ്സിലാക്കുന്നതിന് ക്ലാസിഫിക്കേഷൻ വളരെ സ്യൂട്ടബിൾ ആണ്. അത് ഇറ്റ് മസ്റ്റ് ബി, എന്താ പറയാ, അത് വളരെ അത്യാവശ്യമാണ് ക്ലാസിഫിക്കേഷൻ. നമുക്ക് ഓരോ കോളം നോക്കിയാൽ അറിയാം, ഓരോ ക്ലാസ് നോക്കിയാൽ അറിയാം അത് താരതമ്യം ചെയ്യാന്, ഏത് ഐറ്റംസ് ആണോ അല്ലെങ്കിൽ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്നുള്ളത് കൂടുതലും കുറവും എന്താണ് ഉദ്ദേശമെങ്കിൽ അത് മനസ്സിലാക്കാൻ, റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇതാണ് അതിന്റെ ഒബ്ജക്റ്റീവ്സ്. എന്തൊക്കെയാണ്? കണ്ടൻസ് ദ മാസ് ഓഫ് ഡാറ്റ, സെക്കൻഡ് ഗ്രാസ്പിംഗ് ഓഫ് ഡാറ്റ, തേർഡ് ടാബുലേഷന് വേണ്ടിയിട്ട്, അല്ലേ, ഫോർത്ത് റിലേഷൻസ് മനസ്സിലാക്കുന്നതിന് വേണ്ടി. ഇതാണ് ക്ലാസിഫിക്കേഷന്റെ ഉദ്ദേശം. ഓക്കെ, അപ്പൊ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ്, ഗവേഷണത്തിന്റെ അടുത്ത ഭാഗം ഏതാണ്? ടാബുലേഷൻ. എന്താണ് ടാബുലേഷൻ? ക്ലാസിഫൈ ചെയ്ത ഡാറ്റകൾ എന്താ ചെയ്യാം? ടേബിളിലെ അറേഞ്ച് ചെയ്യുന്നു. Tabulation is the process of putting data into tables. What is tabulation? Tabulation is putting data into table. ടേബിളിലേക്ക് ഡാറ്റ, അതായത് ടേബിളിലേക്ക് ഡാറ്റ വിന്യസിക്കുന്നതാണ് ടാബുലേഷൻ. അപ്പൊ
അപ്പൊ ഇനി അതിൻ്റെതായിട്ടുള്ള റൂൾസ് അനുസരിച്ചുകൊണ്ട് ടേബിളിലേക്ക് മാറ്റും. അപ്പൊ ടാബുലേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒരു ടേബിളിന് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, ഒരു ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ടാബുലേഷന്റെ ക്യാരക്ടർ എന്താണ്, ഇതൊക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇനി ഇന്ന് എടുത്ത ക്ലാസ്സുകൾ ഒന്ന് റിവൈസ് ചെയ്യാം. എന്താ ക്ലാസിഫിക്കേഷൻ? Classification is arranging data in a systematic order in accordance with the similarities or resemblance. സാമ്യാടിസ്ഥാനത്തിൽ നമ്മൾ ഡാറ്റകളെ പ്രത്യേകം ക്ലാസ് അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് തരംതിരിക്കുന്നതാണ് ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷന്റെ ഉദ്ദേശം എന്താ? മാസ് ഡാറ്റയെ കണ്ടൻസ് ചെയ്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫോമിലേക്ക് എളുപ്പം മനസ്സിലാക്കാനും എളുപ്പത്തില് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷനിലൂടെയാണ് ഗവേഷണത്തിന്റെ അടുത്ത ഘട്ടമായ ടാബുലേഷനിലേക്ക് എത്തുന്നത്. അപ്പൊ ടാബുലേഷൻ സുഗമമാക്കുന്നതിനാണ് ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. ഓക്കെ, അപ്പൊ വർക്കുകളൊക്കെ പറഞ്ഞ പോലെ ചെയ്യാം. പിന്നെ ഈ ചാപ്റ്റർ ഇനി കൂടുതൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനും ഗ്രാഫൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പും കൂടി ആയിക്കോട്ടെ. ഗ്രാഫ് നിങ്ങൾക്ക് വരയ്ക്കാനൊക്കെ ഗ്രാഫ് ഡയഗ്രാംസ് ഒക്കെ ഉണ്ട്. ഇനി ടേബിൾ എങ്ങനെ ഉണ്ടാക്കുന്നത്, അത് കഴിഞ്ഞാൽ ഹിസ്റ്റോഗ്രാം തുടങ്ങിയിട്ടുള്ള സംഭവങ്ങൾ പഠിക്കാനുണ്ട്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, ക്ലാസ് ഇന്റർവെല്, അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു തയ്യാറെടുപ്പ് ഉണ്ടായിക്കോട്ടെ. പിന്നെ ഇനി ഓണാണ് വരുന്നത്. ഓണം കഴിഞ്ഞ് വരുമ്പോൾ എന്തായാലും കഴിഞ്ഞ സെക്കൻഡ് ചാപ്റ്ററിന്റെ ഒരു ടെസ്റ്റ് പേപ്പർ ഉണ്ടായിരിക്കും. അപ്പോൾ അത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നന്നായിട്ട് അതെ, നന്നായി പ്രിപ്പയർ ചെയ്തിട്ട് ആദ്യത്തെ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ ആണ്. ആദ്യത്തെ എക്സാം ആണ്, നിങ്ങളുടെ ശരിയായ രീതിയിൽ നടത്തുന്ന ആദ്യത്തെ എക്സാം ആണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ കഴിവ് തെളിയിക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഒരു നല്ല മനോഹരമായ ഭംഗിയുള്ള ഒരു ഓണം ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.